JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിച്ചതാണ്, PSC ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാൻ കഴിയും, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് അറിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യാം. അതായത് PSCയുടെ കേരള PSC എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ, PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇങ്ങനെയൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇതിൻ്റെ താഴെ ഞാൻ റൗണ്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്താണ്? ഷോർട്ട് ലിസ്റ്റ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം അല്ലേ, റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ബ്ലാക്കിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഷോർട്ട് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അല്ലേ. ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത്? അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും അല്ലേ. അപ്പോൾ അതിനകത്ത് ഓരോ ഡിസ്ട്രിക്റ്റിലെയും നമുക്ക് അറിയാൻ പറ്റും. സെലക്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക, സെലക്ട് ഇയർ കൊടുക്കുക, വേണമെങ്കിൽ ഇപ്പോൾ ഏത് തസ്തികയാണെന്നുള്ള അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ തസ്തികയും കൂടെ നോക്കി നമുക്ക് കൃത്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് ലിസ്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം ആ ഷോർട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഏതാണ്? അതിനകത്ത് ആ ഓരോ നമ്മൾ ക്ലിക്ക് ചെയ്ത ഷോർട്ട് ലിസ്റ്റിന്റെ ഏത് ഭാഗത്തിലാണോ വരുന്നത് ആ ഷോർട്ട് ലിസ്റ്റിലുള്ള ഭാഗത്തിന്റെ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ്, അതുപോലെ തന്നെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇതുണ്ട്, ഓരോ കാൻഡിഡേറ്റ്സിന് രജിസ്റ്റർ നമ്പർ ഉണ്ട്. ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് നോക്കി ആ രജിസ്റ്റർ നമ്പറിനകത്ത് തങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും. ഇതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റ് ഉണ്ടാവും, ഇതിൻ്റെ താഴെ സപ്ലിമെന്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സപ്ലിമെന്റ് ലിസ്റ്റിൽ ഓരോ വിഭാഗക്കാർക്കും പ്രത്യേകമായിട്ട് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറോ ഉണ്ടോ എന്ന് വിശദമായിട്ട് ഈ ഷോർട്ട് ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഇതുണ്ടോ, ആ ഷോർട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ ഞാൻ പറഞ്ഞു മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിന്റെ താഴെയായിട്ട് ഇതുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കട്ട് ഓഫ് മാർക്ക്. ഞാൻ അത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. 58.33 LD ക്ലർക്കിന്റെ കട്ട് ഓഫ് മാർക്കാണ്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഓരോ ലിസ്റ്റിലും വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റിസൾട്ടിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിനൊക്കെ കാലതാമസമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വഴിയാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും താമസം ഉണ്ടാകുന്നതിനാൽ ഇങ്ങനെ നിങ്ങൾ കേരള PSCയുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കയറുമ്പോൾ വർഷം സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്റ് ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കി അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കട്ട് ഓഫ് മാർക്കും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.